ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഭൂരിഭാഗം വ്യക്തികളും ഒരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ ആയിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയൊക്കെ കിട്ടിയേക്കാം. എങ്കിലും കൂടുതലും വ്യക്തികളും ഒരു നോ കോണ്ടാക്ട് പീരീഡിൽ തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു വ്യക്തിയുടെ തെറ്റായ തീരുമാനത്തെ തുടർന്നുണ്ടായതാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതായത് ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈം പീരീഡിലൊക്കെ ഇവർ വളരെ തെറ്റായ ഒരു തീരുമാനം എടുത്തു, അല്ലെങ്കിൽ ഒരു റോങ് ചോയ്സ് എടുത്തു. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ സെൽഫിഷ് ആയിട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതെല്ലാമായിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്മൂത്ത്നെസ് പോകുന്ന അവസ്ഥ എന്നുള്ള ആ ഒരു രീതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കാരണക്കാരനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണെ. പക്ഷേ ഈ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ തന്നെ ഒരു ചോയ്സ് ആയിരുന്നു. ഇപ്പൊ ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ എടുത്ത ഒരു തീരുമാനം തെറ്റായി പോയി എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു ടൈം പീരീഡ് ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലെത്തും. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു ബുദ്ധിശൂന്യത കൊണ്ടോ ഒരു എടുത്തുചാട്ടം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്വതയില്ലായ്മയുടെ പെരുമാറ്റം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഴപ്പത്തിലേക്ക് പോയി ചെന്ന് നമ്മൾ ചാടുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫീലിങ്സും ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അതായത് ഇപ്പോൾ അവരുടെ ഒരു റോങ് ഡിസിഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് അവർ ദുഃഖിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു മൂവ് ഓൺ ചെയ്തു പോയ ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പൊ സ്വയമേ മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് വളരെ സൈലന്റ് ആയിട്ട് മിണ്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലോ ഒക്കെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു തീരുമാനം പോലും വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമല്ല. ഒരു പെട്ടെന്ന് ഹർബറിയായിട്ട് ഒരു സമയത്ത് എടുത്തൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അവരെടുത്ത ഒരു തീരുമാനമാണ്. അപ്പൊ പ്രത്യേകിച്ച് ആലോചിക്കാതെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വരും വരായികകൾ ചിന്തിക്കാതെയോ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് സഡൻ ആയിട്ട് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മൂവ് ഓൺ ചെയ്ത് മാറിപ്പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു സെൽഫിഷ് നേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഒരു സേഫ്റ്റി നോക്കി മാറിപ്പോയവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രലോഭനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെന്ന് വീണ ഒരു വ്യക്തിയായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരായിട്ട് തന്നെ സ്വയം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു മൂവ് ഓൺ ചെയ്ത് പോയ സംഗതി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഭാരം ചുമക്കുന്ന ഒരു പേഴ്സണെ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം എനിക്ക് ഇറക്കി വെക്കണം, ഇതുമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് കഴിയില്ല എന്ന് സ്വയമേ ചിന്തിക്കുന്ന ഒരു ടൈം പീരീഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ആഗ്രഹം തോന്നുന്നത്. ഒരു പക്ഷെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചപ്പ് കണ്ടുപോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ ഉള്ളത്, ഇതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ മറ്റേതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലം ഈ ഒരു പേഴ്സണെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മറുപടി ആയിരിക്കാം ഈ ഒരു അവസ്ഥ. അപ്പൊ ചിലർക്ക് സെപ്പറേഷനിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് നാളുകൾ ആയിട്ടുണ്ടാവാം. ചിലരാണെങ്കിൽ കുറച്ച് മാസങ്ങളോ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ തമ്മിൽ വന്നിട്ടുള്ളത് ഈ ഒരു അവസ്ഥയിലായിരിക്കാം ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി കടന്നു പോകുന്നത്. പൂർണ്ണമായിട്ടും അവര് ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. ഇവര് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നതെങ്കിലും ഇത്ര മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് തരാനായിട്ട് ഇവർ തയ്യാറായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം. കാരണം അവര് ഒരുപാട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷനിൽ അവർ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഒരു വാതിൽ തുറന്നിങ്ങനെ കിടക്കുന്നു, നമ്മൾ അതിലേക്ക് കയറി പോകുന്നില്ല. അപ്പൊ ചിലപ്പോൾ അതിലൂടെ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണ് എന്ന് നമുക്ക് അറിയില്ല, ഇനി കയറി പോണോ എന്നുള്ള ടെൻഷനിൽ നമ്മൾ നിൽക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് വളരെ ഈസി ആയിട്ട് ഒരു വഴി തെരഞ്ഞെടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ടെംപ്റ്റേഷന്റെ പേരിൽ ഒരു പാത അവർ തെരഞ്ഞെടുത്ത് അതിലേക്ക് പോയി. തീർച്ചയായിട്ടും അവർ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരൊന്ന് ശങ്കിച്ചു നിൽക്കുകയാണ്. കറന്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സണിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മാറിയിട്ടുണ്ടെന്ന് ഈ ഒരു വ്യക്തി കരുതിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു സമീപനം അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങൾ ആ ഒരു പഴയ ഒരു ഇന്റൻസോടുകൂടി ഈ ഒരു വ്യക്തിയോട് സ്നേഹം കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു പഴയ ഫീലിങ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്ന് ഇവർ വിചാരിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവരിപ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അതേ ആ ഒരു സെയിം പാത തന്നെ ആയിരിക്കാം നിങ്ങളും ഫോളോ ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പേഴ്സണെ തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ പെരുമാറുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മൂവ് ഓൺ ചെയ്തു പോയ ആൾക്കാരും ഉണ്ടാകാം. ഇനി എനിക്കിത് വയ്യ, അവരുടെ വഴിക്ക് പോയി, ഇനി ഞാൻ ഇതിനകത്ത് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എൻ്റെ ലൈഫ് കളയുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ മാറിപ്പോകുന്ന പേഴ്സൺസും ഉണ്ടാകും. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു നഷ്ടബോധം നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ഉണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈസി ആയിട്ട് അവർക്ക് ഇറങ്ങി പോരാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ അതും അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും ആകെ ഒരു പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ കൈപ്പിടിയിൽ ഉണ്ടായിരുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാകും, എൻ്റേത് മാത്രമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു സംഭവം പെട്ടെന്ന് നമ്മളുടേതല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇനി അതിലേക്ക് പോകാനായിട്ട് ഒരുപാട് പാടുപെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞാൽ അത്ര എളുപ്പത്തിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ അല്ല ഇപ്പോൾ ഇരിക്കുന്നത് എന്നൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ലാസ്റ്റിലേക്ക് വരുന്ന കാർഡുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണ് വളരെയധികം നിങ്ങളോട് വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ ചില കേസസ് നമുക്ക് ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഒക്കെയാണ് കാണാനായിട്ട് കഴിയുന്നതെങ്കിൽ ഇവിടെ ഇവർക്ക് ഇമോഷൻസ് ആൻഡ് അറ്റാച്ച്മെന്റ് വളരെ കൂടുതലാണ് എന്നാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് വളരെ കൂടുന്ന ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാർട്ട്ണർ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയേറെ വിഷമിക്കുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഈ ഒരു വ്യക്തി ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ വിഷമിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കാത്തതിൽ ഈ ഒരു പേഴ്സണ് വളരെയധികം
വിഷമമുണ്ട്, ആ സാധിക്കാൻ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. മാത്രമല്ല നിങ്ങളോടുള്ള ഒരു സമീപനത്തിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പഴയതുപോലെ നിങ്ങളോട് ഇടപഴകാൻ കഴിഞ്ഞെന്ന് ഈ ഒരു പേഴ്സണും വരില്ല. അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് വരുന്നില്ല. അപ്പോൾ അവരൊരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പീരീഡ് ആണ്, അല്ലെങ്കിൽ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം, ആ ഒരു കമ്മിറ്റ്മെന്റ് മുറിച്ചിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു മാരേജിലേക്കോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കോ ഒക്കെ പോകുന്നതിന് മുൻപായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു റീയൂണിയൻ ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് വളരെ ശക്തമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു പേഷ്യൻസ് എനർജിയാണ്, ദാറ്റ് മീൻസ് ഒരു വെയിറ്റിംഗ് എനർജി തന്നെയാണ്. നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അപ്പോഴാണല്ലോ ആ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണല്ലോ അതിനകത്തൊരു വളരെയധികം സന്തോഷവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു വ്യക്തി തിരിച്ചറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷനിൽ അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത സമയത്ത് അവർക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ കുറച്ചും കൂടി അവരെ ഒരു മറ്റൊരു ആംഗിളിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. നേരത്തെ ചിലപ്പോൾ ഒരു പാഷനേറ്റ് എനർജി മാത്രം ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസ്സിങ് അപ്പ് ഓഫ് എനർജീസ് പോലെ ഇങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കാം. എങ്കിലും നിങ്ങൾ പറയുന്ന ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സാമീപ്യം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എന്താ പറയാ, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പ്യൂരിറ്റി കാത്ത് സൂക്ഷിച്ചിരുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയത് നിങ്ങളായിരുന്നിരിക്കാം. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ഒരു സ്പിരിച്വലി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കണക്ട് ആകാനായിട്ട് സാധിക്കണം. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളൊരു പേഴ്സൺ ആണെന്നോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നോ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളായിരിക്കാം. അപ്പൊ ചിലരെ സംബന്ധിച്ചെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ചൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുന്ന ഒന്നല്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ വളരെ ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറന്റ്ലി അവർക്ക് അതിനൊന്നും കഴിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാകാം. മറ്റുള്ളവരുടെ മുൻപിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു ഡിഫറൻസ് ഒക്കെ. ചിലപ്പോൾ അതൊരു ഏജ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിസിക്കലി വളരെ ഒരു ഡിഫറൻസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്സുകൾ തമ്മിൽ ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജസ് വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഫാമിലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രഡീഷണൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും, റിലീജിയസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകാം. അതൊരു ചിലപ്പോൾ സാമ്പത്തികപരമായ മേഖലയിലും ആ ഒരു ഡിഫറൻസ് രണ്ട് തട്ടിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് വളരെ ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന പേഴ്സൺ, ആ ഒരു ഫാമിലി ഉൾപ്പെടുന്ന ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവര് ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നിന്ന് നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിക്ക് കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുത്ത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ ചിലർക്കെങ്കിലും ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള ഒരു കറന്റ് പ്ലേസിൽ ഈ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട്, അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ നിങ്ങളും കൂടി വേണം എന്നുള്ള ഒരു ആഗ്രഹം നടക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവര് സ്പിരിച്വലി കണക്ട് ആകുന്ന ഒരു ടൈമിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ മാനസികമായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ
ഈ ഒരു നോ കോണ്ടാക്ട് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് അവരെ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, ഒരുപാട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് മിസ്സിങ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വിഷമം ആയിക്കോട്ടെ, അതെല്ലാം ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും എന്ത് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവരെ ഒരു സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നു. മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടാകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കറന്റ് എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ കറന്റ് ഏതൊരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്ത് അവരുടെ ആ ഒരു ഒറിജിനൽ ഫേസ് കാണിക്കുന്നില്ല. അവരവരുടെ പൊയ്മുഖം വെച്ചിട്ട് അവിടെ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഒരു മുഖംമൂടി ഇട്ട് നിന്നുകൊണ്ട് അവർ ഫേക്കായിട്ട് നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മുന്നിലായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിലായിരിക്കാം ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്ക് വെച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ്. അവരുടെ ഒരു ഉള്ളിലുള്ളത് എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിയൽ ആയിട്ടുള്ള മൈൻഡ് എന്താണോ അത് കാണിക്കാതെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവര് നിങ്ങളെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം, ഇഷ്ടം, ഇതെല്ലാം ചിലപ്പോൾ അവർക്ക് ആരോടും പറയാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അംബീഷൻ എന്താണോ, ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒരു മൂണിന്റെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് ആ ഒരു ഷാഡോ അല്ലെങ്കിൽ ആ ഒരു ഇരുള് വീണ ഒരു അവസ്ഥ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ ഒരു വെളിച്ചം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ അവർക്കൊരു സന്തോഷം, സമാധാനം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ആ ഒരു വെളിച്ചം, ആ ഒരു വെളിച്ചം അവരിലേക്ക് വരും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചിലപ്പോൾ അവർക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുത്തതായിരിക്കാം, അങ്ങനെയായിരിക്കാം അവർക്കത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തായിരിക്കാം ചിലപ്പോൾ അവർ വളരെ ഒരു ചൈൽഡിഷ് ആയിട്ട് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ വളരെ ഇന്നസെന്റ് ആയിട്ട് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി റിയൽ ആയിട്ട് എങ്ങനെയാണ് എന്ന് അറിയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകളായിട്ട് അവരൊരു ഒരു കംഫർട്ടിൽ എത്താനായിട്ട് അവർക്ക് പറ്റുന്നില്ല, ഒരു കംഫർട്ട് സോണിലേക്ക് കടക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥതയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സമാധാനം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം കിട്ടുമ്പോൾ അത് ലഭിക്കും എന്നവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ബാല്യകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രോമയിലൊക്കെ ഫേസ് ചെയ്ത് പോയ ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന ശേഷമായിരിക്കാം അവരുടെ ഉള്ളിലുള്ള ആ ഒരു പേടിയൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രോമയിൽ നിന്നുള്ള ഒരു റിക്കവറി ഒക്കെ നടന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അവരുടെ ഒരു സ്കൂൾ ഏജിലോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ അവരനുഭവിച്ച പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മനസ്സിനകത്ത് കടന്നിരുന്ന പല വിഷമങ്ങളായിരിക്കാം, പേടികളായിരിക്കാം, അതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാറിയ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ വീണ്ടും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നത്, ഫിസിക്കലി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഇമോഷണലി, മെന്റലി ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശാബോധം, നഷ്ടബോധം ഒക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഉള്ളതായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണം, വളരെ കമ്മിറ്റ്മെന്റോടുകൂടി പോകണം, നിങ്ങളെ മിസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയിൽ തന്നെയാണ് അവര് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി കൂടുതൽ സന്തോഷകരമായിട്ട് ഇരിക്കുന്ന അവസ്ഥയേക്കാൾ ഉപരിയായിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരുന്നുണ്ടാവുന്നത്. അതായത് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ആശ്രയിക്കാൻ പറ്റുന്ന ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആരുടെയാണോ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ
ഒരു മെഡിസിൻ ആയിട്ടാണ് അവർ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരു ഹീലിംഗ് എനർജി ആയിട്ട് കാണുന്നു. അപ്പൊ നമുക്ക് ഓവറോൾ എനർജി ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത് ഡെയിലി ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളുടെ എനർജി അല്ല, തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് ഉള്ളവരുടെ തന്നെയാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് സംസാരിക്കാതെ ഇരിക്കുന്നതിന്റെ ആ ഒരു വിഷമമെല്ലാം ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അത്രയും എപ്പോഴും നിങ്ങളെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാർഡ്സിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂലൈ മന്ത് ആണ്. സെക്കൻഡ്, ടോക്കറ്റീവ്, വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 48, നമ്പർ 41, നമ്പർ 34, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി, 1991, ലെറ്റർ എൽ, ലെറ്റർ പി, നമ്പർ 46, നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1981 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 31 കിട്ടുന്നുണ്ട്. 1987, ഫുട്ബോൾ. 639, നമ്പർ 10, ലോങ് ഡിസ്റ്റൻസ്. ലെറ്റർ എച്ച്, യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ്. അക്കൗണ്ടന്റ്, ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ. ലെറ്റർ ജി, ക്രിക്കറ്റ്. സോഷ്യൽ മീഡിയ, സോഷ്യൽ വർക്കർ. നമ്പർ 21, റീഡിങ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.